അടിച്ചു വരിയിട്ടു കേട്ടോ. വേഗം അപ്പോൾ തുടച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തുടയും കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെ മക്കൾ പോയി കഴിഞ്ഞാൽ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ, കുറച്ച് നേരം ആസ്വദിച്ച് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം. പിന്നെ നമുക്കൊരു 9-9:30 കഴിയുമ്പോഴേക്ക് തന്നെ അടിച്ചോരി തുടച്ചിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ. ആരെങ്കിലും പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോഴേ ഇപ്പോൾ വൃത്തികേടായി കിടക്കില്ല. രാത്രി ഒക്കെ അടിച്ചതും കൊണ്ട് വൃത്തിയുടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ തുടയ്ക്കാതിരിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് ഇന്ന് തുടച്ച് കഴിഞ്ഞാൽ ചെന്ന് വൈകുന്നേരം മക്കൾ വരുന്നവരെ ഭയങ്കര വൃത്തിയായിരിക്കും. പക്ഷെ നാളല്ലേ തുടച്ചിട്ട് നമ്മൾ കൈ എടുക്കുമ്പോഴേക്കും ഇതിനെ ഓടി കയറിയിട്ട് ചളിയിലിങ്ങനെ കുളിച്ച് കിടക്കുന്നുണ്ടാവും കേട്ടോ. തുണികൾ കുറേ അവരെടുത്തിട്ട് അങ്ങോട്ട് ഇടുക, അവരുടെ പിന്നാലെ തന്നെ നാളെ നിൽക്കണം. കുറച്ച് അടയ്ക്ക വീണിട്ട് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, അതെടുത്ത് വെക്കണം. അതൊക്കെ അമ്മ ചെയ്തിരുന്നതാണ്. അപ്പോൾ അടയ്ക്കെടുത്ത് ടെറസിൻ്റെ മുകളിൽ കൊണ്ടിടണം ഉണങ്ങാൻ വേണ്ടിയിട്ടേ. ഇതാ കണ്ടോ, 2 ദിവസമായിട്ടോ നമ്മൾ അരിമുളകിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കണ്ടോ നിറച്ചും സുർക്കയിലിട്ട് വയ്ക്കാനേ. സുർക്കയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെള്ളച്ചോറൊക്കെ കഴിക്കുമ്പോൾ നല്ലതല്ലേ. കണ്ടോ നിറച്ചുണ്ട് കേട്ടോ. ചില സമയത്ത് തോനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പച്ചമുളക് വാങ്ങില്ല, അതിൻ്റെ പകരമൊക്കെ ഇതെടുത്തിട്ട് ഉപ്പേരിയിലൊക്കെ കൂട്ടും. ചെറിയ ചെറിയ ചെടികൾ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ ആവട്ടെ. രാവിലെ വിശക്കാൻ തുടങ്ങിയിട്ടോ, കുറച്ചും കൂടി കഴിയട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. നല്ല വിശക്കുമ്പോഴേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ കാന്താരിമുളക്. നമ്മളിവിടെ ഈ അരിമുളക് എന്ന് പറഞ്ഞിട്ടേ ഇനിയില്ലേ, നമുക്ക് ഒരു ദിവസമൊക്കെ കൂട്ടാൻ വയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ട് കേട്ടോ. പപ്പ് ഇവരെ അങ്കലവാടിക്ക് കുട്ടികളെ കൊണ്ടുവന്നാക്കാൻ കൊണ്ടിട്ടേ ബഹളം വയ്ക്കുകയാണ്. ചേമ്പൻ തണ്ടുണ്ട്, നാട്ടിൽ കറുവത്തുങ്കായ ഉണ്ട്. പിന്നെ വാഴമണി കാണിച്ചു കൊടുക്ക്. ഉപ്പേരി വയ്ക്കാൻ വാഴമണി ഉണ്ടാവും. 2-3 എണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ 2 ദിവസം മുമ്പ് വാഴമണി ഉപ്പേരി വെച്ചിട്ടേ ഉള്ളൂ, അപ്പോൾ അത് ഉപ്പേരി വയ്ക്കണില്ല. പിന്നെ മുരിഞ്ഞുണ്ട്. ചീര മാത്രമില്ല കേട്ടോ, ചീര ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. ചീര ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴികളൊക്കെ കൊടുക്കണം. ഇവിടെ എന്ത് നട്ട് വളർത്തിയാലും കുറച്ചാവുമ്പോഴേക്കില്ലേ, തക്കാളിയൊക്കെ ഉണ്ടായിരുന്നതാണ്, തക്കാളിയൊക്കെ കൊത്തി കളഞ്ഞു. ഇവിടെ കട്ടെ, ഞാനൊരു കറുവത്തുങ്കായ പൊട്ടിക്കട്ടെ കേട്ടോ. ഇനി ഇതവിടെ എടുത്ത് വയ്ക്ക്, ഇപ്പോൾ വരാം. ഒരു കറുവത്തുങ്കായ പൊട്ടിക്കട്ടെ, ഉപ്പേരി ഉണ്ടാക്കാം. പൊന്നു നോക്ക്, കറ്റാർവാഴയുടെ ഇടയിൽ കൂടെ തേക്കും തൈ ഉണ്ടായിക്കണത്. ഞാൻ പിരിഞ്ഞ് മാറ്റി വെക്കാറായിട്ടോ. അതാ 1 2 3 4 5 6 7 എണ്ണം ഉണ്ട്. ഇത് മാത്രമാക്കിയിട്ട് ഇതൊക്കെ പിരിഞ്ഞ് വെക്കണം. പിരിഞ്ഞിട്ട് ഇതേപോലെ ചട്ടിയിലാക്കിയിട്ട് നമുക്ക് പുതിയ വീടിൻ്റെ മുകളിൽ വെക്കാൻ വിചാരിച്ചിട്ടേ ഇവിടെ കാണാത്തൊരു ഭാഗത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കോഴികളില്ലേ, കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ തലപ്പങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഇടും. അങ്ങനെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ചൊക്കെ നാശാവുകയാണ് കേട്ടോ. അത് കാരണം ഞാനിങ്ങനെ കാണാത്ത ഭാഗത്ത് വെച്ചേക്കുക. ഇതൊക്കെ ഒന്ന് പിരിഞ്ഞ് മാറ്റി വെക്കണം. നമ്മളിതിൽ എന്താണെന്നറിയോ ഇട്ട് കൊടുക്കുക, ഉള്ളിയുടെ തോലില്ലേ, ഉള്ളിയുടെ തോല്, മുട്ടയുടെ തോട് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാറുണ്ട്. ഇതട്ടെ, അപ്പുറത്തെ തൊടിക്കും വേണ്ടിട്ടുണ്ടാവും. ഒക്കെ പെറുക്കി ഈ കൂട്ടാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. കൂട്ടാൻ വെക്കാനാണെന്ന് പറഞ്ഞാൽ മത്തൻ ഉണ്ടിരിക്കണു. മത്തൻ നമ്മൾ ഇവിടെ അനിയന് ഭയങ്കര ഇഷ്ടം. അനിയന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ, മത്തൻ ഇവിടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം അത് കാരണം ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലൊക്കെ മത്തൻ വയ്ക്കും. ഇനി മത്തനും നാളെ വെച്ചത് മത്തനും വെള്ളപ്പയർ ഇട്ട് വെച്ചു. അപ്പം ഇന്ന് മത്തനും പരിപ്പും ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ച്.
ഇന്ന് വെട്ടുകല്ല് വരും തോന്നുന്നില്ല, കുറച്ച് ദിവസമായിട്ടാ. കല്ല് വരുമോ പറഞ്ഞിട്ട് കല്ല് വരുന്നില്ല. ഇതാ 2 ദിവസമായിട്ടോ കല്ല് വരും പറഞ്ഞിട്ടിരിക്കുന്നു. കല്ല് വന്നിട്ടില്ല. അപ്പോൾ കല്ല് വന്നാലല്ലേ ഇവിടെ കെട്ടാൻ പറ്റുള്ളൂ. ഞാൻ അതാ കണ്ടു ഒരു കറുവത്തുങ്കായ നിൽക്കുന്നത്. അപ്പോൾ കറുവത്തുങ്കായ കുത്തിയെടുത്തിട്ടോ, കണ്ടില്ലേ വലുത്. ചെടിക്ക് ഭാരം ഇങ്ങനെ. അയ്യോ, നേരെ അവരുടെ തൊടിക്ക് വീണു. എവിടെ? അതാ കിടക്കണു. ഇതാണ്ടോ കാവത്ത്, കണ്ടോ? നമ്മുടെ ഇവിടെ കാവത്ത് എന്ന് പറയും, ഇതിനെ കാച്ചിലെന്ന് പറയും കേട്ടോ. ഇതാ, അപ്പോൾ ഇതിൻ്റെ അടിയിലില്ലേ വലുതായിട്ടുണ്ടാവും. ഇനി അതൊന്ന് 2 ഇടത്തുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടൊന്ന്, ഇതിലൊന്നുണ്ട്. നാളെ നമ്മൾ പറിച്ചതേ എത്ര വലുതായിരുന്നു എന്നറിയാം. പുളിയുടെ ചോട്ടിൽ നല്ല വലുതായിരുന്നു കേട്ടോ. ഞാൻ പറിച്ചെടുത്തപ്പോഴേക്കും കുറച്ച് ഞാൻ പറിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പൂതി മാറി. ഞാൻ പിന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ വന്നപ്പോൾ അത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ അടുത്ത വീട്ടിലേക്കൊക്കെ കൊടുത്തു കേട്ടോ. നല്ല വലിപ്പമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത്രയും മണ്ണിട്ടില്ലേ, ഇനി എത്ര താഴ്ത്തേണ്ടി വരും എന്നറിയോ? അതേപോലെ നമ്മൾ പാത്രം കഴുകണതിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ വലിയ ഇതൊന്ന്. അത് നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞു വെച്ചാൽ എന്തായാലും എടുക്കാൻ പറ്റും തോന്നില്ല, കാരണം അത് കൂടെ കെട്ടിയിട്ടുണ്ടല്ലോ കരിങ്കല്ലും കൊണ്ട്. അപ്പം അതൊന്ന് പോയിട്ട് എടുക്കട്ടെ കേട്ടോ, അപ്പുറത്ത് പോയിട്ട്. നമ്മളെ ചെടിയിൽ നിൽക്കുന്നുണ്ടപ്പോൾ ചെറുതായിട്ട് തോന്നിയില്ലേ, നമുക്ക് 2 ദിവസം ഉപ്പേരിയൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞു പോകണല്ലേ, കറുവത്തുങ്കായും കൂർക്കയും ഉപ്പേരി വെച്ചിരുന്നത് അടിപൊളിയായിരുന്നു. കഴിഞ്ഞു കേട്ടോ. കുട്ടികൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവർ കൊണ്ടുപോയി. അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് നോക്കി വെക്കൂ കേട്ടോ. ഇതാ ഇത് ഈ അടയ്ക്ക ടെറസിൻ്റെ മുകളിലൊന്ന് കൊണ്ടുപോയി കയറ്റി വെക്കട്ടെ. അരിമുളകും ചെറിയുള്ളി ഉപ്പും ഒരു തുള്ളി പുളി ഉണ്ടെങ്കിൽ സൂപ്പർ കേട്ടോ. പുളി ഇവിടെ നമ്മൾ വെള്ളച്ചോറ് കഴിക്കുമ്പോൾ കുറച്ച് തൈരുണ്ട്, അപ്പോൾ പുളി വേണ്ടാന്ന് വിചാരിച്ചിട്ടേ നല്ല അരയാൻ പാടില്ല കേട്ടോ, ഒന്ന് ചതയാനേ പാടുള്ളൂ. കണ്ടോ? എന്താ കാരമൊക്കെ ഇട്ടില്ലേ, ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ? കഞ്ഞി കുടിക്കാൻ എടുക്കട്ടെ. അമ്മൂന് ഇന്നലെ രാത്രി പനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മൂനെയും കൊണ്ടൊന്ന് ഇനിയൊന്ന് മരുന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ പിന്നെ അമ്മൂനൊന്ന് ആശുപത്രി കൊണ്ടുകൊണ്ട് വരും. തൈര് കണ്ട കട്ടത്തൈര്, ഞാനത് കാരണം ഇന്നലെ വെള്ളച്ചോറിന് ഇട്ടിട്ടോ തൈര് ഒഴിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ കുറച്ച് ചൂട് തുടങ്ങിയില്ലേ, മൺകലത്തിലിട്ട് വെക്കണം കേട്ടോ ശരിക്ക്. പക്ഷെ ഞാൻ മൺകലത്തിലൊന്നല്ല, നമ്മൾ ചോറ് വെച്ചതിൽ തന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് കഞ്ഞി കൂടി. കട്ടത്തൈര്, ഉപ്പ്, കണ്ടോ? അരിമുളക് ഉള്ളിയും പാടെ ചതച്ചതിട്ട് കൊടുക്കും. പണ്ടത്തെ എന്താ അച്ഛനമ്മമാരുടെ ആരോഗ്യ രഹസ്യം. പണ്ടത്തെ ഇല്ല കേട്ടോ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കും. ഇങ്ങനെ തൈര് കൂടുതലുണ്ടാകുമ്പോൾ അതാ. പിന്നെ കുറച്ച് ഉപ്പേരി ഇട്ടാ, അങ്ങനെ ഉപ്പേരി വേണമെന്നൊന്നുമില്ല. കഴിക്കട്ടെ കേട്ടാ. അച്ചാറുണ്ട്, അതായിരിക്കണോ അച്ചാറ് വേണ്ട, കൊണ്ടാട്ട മുളകും ഉണ്ട് കേട്ടോ, അതും വേണ്ട വെച്ചിട്ടാണ്. ഇത് മാത്രം കൂട്ടിയിട്ട് നമ്മൾ കഴിക്കട്ടെ. ചിലർ പറയും ഉണക്കമീൻ വേണം അല്ലെങ്കിൽ അച്ചാറ് വേണമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഈ ഉള്ളി എന്താ അരിമുളകും ഉടച്ചതും തൈരും മാത്രം മതി കേട്ടോ, വയറ് നിറച്ച് ചോറിനാൻ. ഉപ്പേരിയുടെ ഒന്നും ആവശ്യമില്ല.
ഇപ്പം തന്നെ എന്തൊരു മണമെന്ന് വെച്ചിട്ടാ. എവിടേക്കാ? കഴിച്ചോ? ഇല്ല, വന്നിട്ടില്ലേ. അടിപൊളി. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിച്ചു നോക്കണം കേട്ടോ. നമ്മൾ ദിവസം പലഹാരം കഴിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാറ്റി കഴിക്കുമ്പോൾ അല്ലേ അടിപൊളിയാണ്. ഇനി വേനൽക്കാലമായി കഴിഞ്ഞു വെച്ചാൽ ഇവിടെ സ്ഥിരം ഉണ്ടാവും കേട്ടോ. എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും അനിയന് വെട്ടുകല്ലിൻ്റെ പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വെയിലത്ത് തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ ഏട്ടനാണെന്ന് പറഞ്ഞാലും എന്താ രാവിലെ വെള്ളച്ചോറൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് പോവുക. അപ്പോൾ ഇങ്ങനെ തൈരും അരിമുളക് ഉള്ളി ഉടച്ചതും കൊടുക്കും. അപ്പോൾ അവർക്കും വേണ്ട കേട്ടോ, ഉപ്പേരി അച്ചാറൊന്നും വേണ്ട, അത് മാത്രം കൂട്ടിയിട്ട് അവരും കഴിച്ചോളും. കഞ്ഞി കുടിച്ചിട്ടേ ഇരിക്കേണ്ട സമയത്ത് മത്തൻ നേരേക്ക് വെച്ചിട്ടോ. ഈ മത്തൻ്റെ കുരുവില്ലേ, അരിയും കൂടിയും കൂട്ടിയിട്ട് വറുത്തിട്ട് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ കട്ടൻ ചായയുടെ കൂടെ? ഇവിടെയൊക്കെ എന്താ നമ്മൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ അല്ലേ ഇങ്ങനെ ഒന്നുമില്ലാത്ത സമയത്തൊക്കെ കഴിക്കും കേട്ടോ, വറുത്ത് കഴിക്കും. മഴക്കാലത്ത് മാത്രമല്ല ഇപ്പോഴും കഴിക്കും കേട്ടോ. ഞാനിത് അതിന് വേണ്ടി മാറ്റി വെച്ചാണ്. അരി വറുക്കുമ്പോൾ അത് കൂടിയിട്ടൊക്കെ നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് പറയും കേട്ടോ. അങ്ങനെ കഴിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ അച്ചമ്മയൊക്കെ വറുത്ത് തന്നിട്ട് നമ്മൾ കഴിച്ചത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ അമ്മയും ചെയ്യും. ഒരു ഇനി അരിയില്ലെങ്കിൽ കുറച്ച് ഉപ്പ് തിരുമ്പിയിട്ട് നമ്മൾ വെറുതെ വറുത്തെടുത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ കഴിഞ്ഞു. ഇനി ഞാനെൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. സുകന്യേ എവിടെ? സുകന്യ ചോദിച്ചു കഴിഞ്ഞാൽ പൊന്നൂസ് രാവിലെ നീച്ചപ്പോൾ മുതൽ ഭയങ്കര എങ്ങനെ പറയുക, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായിട്ട് അവൻ്റെ ഒരു വാശി ഒന്ന്. അപ്പം അത് കാരണം അവൾ കഴിക്കാൻ കൊടുക്കുക കേട്ടോ. കഴിക്കാൻ കൊടുക്കണമെങ്കിൽ കുറേ നേരം വേണം, 1 മണിക്കൂറൊക്കെ കുട്ടിയുടെ പിന്നാലെ നടക്കണം, എന്നാലാണ് കുട്ടി കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇത് വറക്കണത് കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ. അമ്മൂട്ടീനെ കടമ്പഴിപ്പുറം ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊന്ന് കൊണ്ടുപോകണം. അപ്പോൾ അവൾക്ക് രാത്രിയിൽ പനിച്ച് പറഞ്ഞിട്ട് അപ്പം എന്താ ഒന്നുകൂടി കൊണ്ടേ കാണിക്കണതിന് കുഴപ്പമില്ലല്ലോ. അപ്പം പനി വന്നിട്ട് അവൾക്ക് അധികമായിട്ടില്ല. ഈ സ്കൂളിൽ ഏതെങ്കിലും ക്ലാസ്സിൽ ബെഞ്ചിലിരിക്കുന്ന കുട്ടിക്ക് പനി ഉണ്ടെങ്കിൽ അതങ്ങനെ കിട്ടുന്നതാണ്. ആ പനി ഇവിടെ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെ എല്ലാവർക്കും തരും. തേങ്ങ അരവി കൂട്ടാൻ വെക്കട്ടെ. അപ്പോൾ വെട്ടല് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ വെട്ടുകല്ലൊക്കെ കൊണ്ടുവരികയാണെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് അതൊക്കെ കുറച്ച് നേരം കാണിച്ചു തരാം കേട്ടോ. കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല. ചിലപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞ് വെച്ചാൽ ഞാൻ ഒന്നും പറയാതെ നിൽക്കും. ഇന്ന് ഉപ്പേരി വയ്ക്കാനില്ലേ, ഒരു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കറുവത്തും കായ തന്നെ ഉള്ളൂ കേട്ടോ. ഉപ്പേരി വയ്ക്കാതെ നുറുക്കിയിട്ടില്ല, അത് നുറുക്കണം. തുണി തിരുമ്പി വെച്ചിട്ടുണ്ട്, കുറേ ഉണ്ട് കേട്ടോ. ഇനി അത് എടുത്തിടണം. വെയിൽ വരുമ്പോഴേക്കും എന്താ തേങ്ങ ജീരകം ചെറിയുള്ളി എപ്പോഴും നമ്മൾ മത്തം കൂട്ടാൻ വയ്ക്കുമ്പോൾ കാണിക്കുന്നതാണല്ലോ അല്ലേ. ഇപ്പം ഇന്ന് കാണിക്കുന്നില്ല. മത്തൻകുരു കഴുകിയെടുത്തതാണ് കേട്ടോ. ഇതിൽ കുറച്ച് ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ട്. അടുപ്പും കണ്ണിയിലൊക്കെ ഇടണം കേട്ടോ. അടുപ്പും കണ്ണിയിലൊന്നും ഇടുന്ന സമയമില്ല. എൻ്റെ മത്തൻ കൂട്ടം കാണണോ? ഇതാ മത്തൻ കറിയായി. പൊന്നൂസ് സുകന്യയും കണ്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്. പൊന്നു ഒരു നടക്കില്ലേ, പൊന്നു സുകന്യ വിടില്ല. സുകന്യേ പൊന്നാരി പുളി കഴിക്കണതേ, പുളിയില്ലേ, പുളി കണ്ടു കഴിഞ്ഞു വെച്ചാൽ ഇതാ ഈ പാത്രത്തിൽ നിന്ന് അവൻ തന്നെ എടുക്കുക. ഇനി വാശി പിടിക്കണ്ട വിചാരിച്ചിട്ട് അങ്ങനെ പുളി കൊടുത്തതാണ് കേട്ടോ. അരി കണ്ടോ. അരി പൊരിഞ്ഞ് വരുന്നുണ്ട്. നമ്മളിതാ മത്തൻ്റെ കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മയില്ല കേട്ടോ അതെങ്ങനെയാണ് വറക്കുകയെന്ന്. ഇങ്ങനെ തന്നെയാണ്, അല്ലാതെ മത്തൻ കുരു വേറെയും അങ്ങനെയും വറക്കും. ഞാനത് എളുപ്പപ്പണിക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അതാണ് എങ്ങനെ പറയുക, ഓരോരുത്തരുണ്ടാക്കിയിട്ട് തിന്ന് ശീലമായി കഴിഞ്ഞാലേ അത് ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ എൻ്റെ അമ്മ വീട്ടിൽ പോയി കഴിഞ്ഞു വെച്ചാൽ ഞാൻ അമ്മ ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കാറില്ല കേട്ടോ. കഴിക്കുക മാത്രമേ ചെയ്യുള്ളൂ. എങ്ങനെ ഉണ്ടാക്കുക കുഞ്ഞാ ഉള്ളിയൊന്ന് നേരേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി നേരേക്കും. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ആ കടക്കണോടത്തുനിന്ന് അങ്ങോട്ട് നീക്കില്ല. പിന്നെ അമ്മ പണിക്ക് പോയി കഴിഞ്ഞു വെച്ചാൽ പിന്നെ നമുക്ക് ആകെ 2 ദിവസമല്ലേ അമ്മ ലീവ് ഉണ്ടാവുള്ളൂ. പണിക്ക് പോയി കഴിഞ്ഞ് വെച്ചാൽ പിന്നെ എല്ലാ പണിയും ഞാൻ എടുക്കും. അമ്മയുടെ നിലവട്ടം കണ്ടു കഴിഞ്ഞാൽ പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ചില കറികളൊക്കെ അമ്മ ഉണ്ടാക്കുന്നത്
അച്ഛനും അമ്മും ഒക്കെ ഇവിടെ വന്ന് പറയും അമ്മമ്മ ഉണ്ടാക്കണ കറി അമ്മ ഉണ്ടാക്കി തായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല കേട്ടോ. സുകന്യയ്ക്ക് അതേപോലെ ഇവിടെ പെങ്ങൾ വരിക വെച്ചാൽ പെങ്ങൾക്കും ഒന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പണിയെടുക്കണ്ട കേട്ടോ. അമ്മ ഉണ്ടാവുമല്ലോ, അമ്മയും ഞങ്ങളും ഉണ്ടാവുമല്ലോ. സുകന്യ വീട്ടിൽ പോയ ഒരു പണിയും ചെയ്യില്ല അത്രേ. കണ്ടില്ലേ, ഞാൻ ആരുണ്ടെങ്കിലും എൻ്റെ അടുത്തമ്മമാരുണ്ടെങ്കിലും ചെയ്യട്ടോ. എൻ്റെ അമ്മ പറയും ചെയ്യാൻ പറയും. എന്താ വെച്ചാൽ നിങ്ങൾ ഈ വരുമ്പോൾ പണി കൂടുതലാണെന്ന് തോന്നരുത്, അവരെ സഹായിക്കുക, എന്നാലാണ് വരുമ്പോൾ ഒരു സ്നേഹം ഉണ്ടാവുള്ളൂ പറയട്ടോ. അതങ്ങനെ ശരിയാണോ എനിക്കറിയില്ല. സുകന്യ ശരിയാണോ? ആണത്രേ. ഞാനിപ്പോൾ സൂര്യൻ്റെ അടുത്ത് പോയാൽ പറയേ സൂര്യ ഈ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ എന്താ നാത്തൂനെ അമ്മേനെയൊക്കെ സഹായിക്കിട്ടോ, വെറുതെ ഇരിക്കണ്ട പറയും. അപ്പോൾ അങ്ങനെ അതിനെന്താ സുകന്യക്ക് എന്താ ചെയ്യാൻ പറ്റുക? സുകന്യയുടെ കുട്ടി കണ്ടില്ലേ, അങ്ങനത്തെ ഒരു കുട്ടിയാണ്. ആയിട്ടോ, കണ്ടോ സുകന്യെ? കട്ടൻ ചായ വെക്കണം പറയടി, എന്നാലേ ലക്ഷ്യം കുടിക്കാൻ പറ്റുള്ളൂ. വേഗം കുളിച്ചിട്ട് വാ, എന്നിട്ട് കട്ടൻ ചായ വയ്ക്കാം. കണ്ട കൊണ്ടാട്ടം മുളക്. 12:50. ഇപ്പോൾ അനിയനൊക്കെ കഴിക്കാൻ വരും കേട്ടോ. അപ്പല്ലേ ഞാൻ ഇത് അരി വറുത്തതും മത്തൻ കുരുവും ഇവിടെ കാണിച്ചു തന്നതാണ്. ഇത് മത്തൻ കുരു ആദ്യം വറുത്തിട്ട് പിന്നെ അരി വറുക്കായിരിക്കും കേട്ടോ നല്ലത്. അധികം മൂക്കാത്ത കുരു ആയതും കൊണ്ട് ചിലത് ചെളുകൾക്കനൊക്കെ എടുക്കണുണ്ട്, പിന്നെ ആവാത്ത പോലെ. നല്ല മൂത്തതാണോ എന്ന് വെച്ചാലല്ലേ നല്ല കടിക്കാനും നല്ല രസം ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി 2 കോഴിമുട്ട വറുത്ത് വയ്ക്കട്ടെ അവർക്ക്. എന്താ വെച്ചാൽ ഉള്ളിയൊക്കെ നുറുക്കി വെച്ചാൽ മതി, അവർ വന്നിട്ട് അങ്ങോട്ട് പൊരിച്ചാലേ അപ്പോൾ പിന്നെ ചൂടോടെ കഴിക്കാമല്ലോ. ഇന്നിപ്പോൾ തന്നെ മത്തനും കൊണ്ടാട്ട മുളകുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, മുട്ട വറുത്തതും അത് മതി കേട്ടോ. ഉപ്പേരി പിന്നെ കുട്ടികൾ വൈകുന്നേരത്തേക്ക് വരുമ്പോഴേക്കും ആ കറുവത്തും കായും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കണം. രാവിലെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയതല്ലേ, അപ്പം ഇനി ഉച്ചയ്ക്ക് ഇനി പണി ഒരുങ്ങിയില്ലേ? ഇനി പണി ഒരുങ്ങിയിട്ടൊന്നുമില്ല അല്ലേ? ഞാൻ ചകിരിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടിടണം. അത് ടെറസിൻ്റെ മുകളിലേക്കല്ല, അതാ അവിടെ കൊണ്ടിരട്ടെ, അല്ലെങ്കിൽ അത് ഉണങ്ങട്ടെ. പൊന്നൂസിനെ കുളിപ്പിക്കേ. വെയിലില്ല. ചകിരി ഇവിടെ ഇട്ടിട്ട് വെയിലേ തട്ടണില്ല കേട്ടോ. നമുക്കിതൊക്കെ എടുത്തിട്ട് അപ്പുറത്തേക്ക് വെക്കട്ടെ. ചകിരി എടുത്തിടാണ്ട്, അതുപോലെ വിറകുകളൊക്കെ വെട്ടി വയ്ക്കാണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. തുണി തിരുമ്പി ഇട്ടിട്ടുണ്ട്, അത് തോരട്ടിട്ടില്ല. മഴ വരുമോ വരില്ലേന്ന് അറിയില്ലല്ലോ. ഗുജറാത്തി ഒരു മൂടിയ കാലാവസ്ഥയാണെന്ന്. ആവശ്യമുള്ളത് തോരട്ടാൻ വിചാരിച്ചിട്ട് തുണി തിരുമ്പി കഴിഞ്ഞപ്പോഴേക്കേ 12:30 കേട്ടോ. അപ്പോൾ പിന്നെ വേഗം കൂട്ടാൻ വയ്ക്കാൻ നിന്നു. അപ്പോൾ തോരട്ടിട്ടില്ല. ഒരു കൊള്ളി വിറകും ചകിരി ഉണ്ടെങ്കിൽ, ഓരോ ചകിരി ഉണ്ടെങ്കിൽ വേഗം ചോറാവലും. ഇവിടെ ആകെയുള്ള ചോറാവണേക്കാട്ടിലാണ് വെള്ളം വെച്ചിട്ട്, ചുക്കുവെള്ളം വെച്ചിട്ട് എത്ര വെള്ളം ഒരു ദിവസം വേണ്ടതെന്നറിയോ. നീ മഴയില്ല, നല്ല വൃശ്ചിക മാസമൊക്കെ ആയി കഴിഞ്ഞ് വെച്ചാൽ തണുപ്പല്ലേ, അപ്പോൾ രാവിലെ കുട്ടികൾക്ക് കുളിക്കാനും ചൂടുവെള്ളം വേണ്ടി വരും. ഇവിടെയാണ് കേട്ടോ അപ്പോൾ നല്ല വെയിലുണ്ടാവുക. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇടട്ടെ വിചാരിച്ചു. 1 പണിക്ക് 2 പണിയായി. ഇവിടെ ഞാൻ ഓർക്കാണ്ട് ഇവിടെ ഇട്ടു കേട്ടോ. അപ്പോൾ കല്ല് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വെച്ചാൽ അടുക്കൂടെ മൊത്തം വയ്ക്കുമ്പോൾ എൻ്റെ ചകിരിയുടെ പാട്ടിന് പോവും.
ഒന്ന് ഇവിടേക്ക് ഒന്ന് മുറ്റമൊക്കെ ഒന്ന് അടിക്കണം വിചാരിച്ചാൽ. ഇനി കെട്ടലൊക്കെ കഴിയട്ടെ, കെട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ അടിക്കലൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ മലമ്പാമ്പുണ്ടെങ്കിൽ അറിയുമോ? ഈ കാട്ടിൻ്റെ ഉള്ളിൽ അമ്മാതിരി എത്ര വിറക് കിടക്കുന്നുണ്ടോ. ആ ഭാഗത്തു കൂടെയൊക്കെ ഇഷ്ടം പോലെ വിറക് കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എങ്ങനെ പോയിട്ട് എടുക്കുക? തൊഴിലുറപ്പുള്ള സമയത്ത് എത്ര വൃത്തിയിൽ കിടന്നിരുന്നാന്നറിയോ? ഇപ്പോൾ പേടിയാവാൻ തുടങ്ങി. ഇപ്പോൾ പാമ്പുകളുടെ സമയം കൂടി ആകുമ്പോഴേ, ഈ കാടാവുമ്പോൾ, ഇത് കാടാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളൊരു സമ്മതിക്കില്ല കേട്ടോ. ഇത് കാടല്ല, അതല്ല കാട് പറയും. പക്ഷെ ഞാൻ പറയും ഇതന്നെ കാട്. നമ്മൾ കാണുന്നതല്ലേ നമ്മുടെ കാട്. ഇപ്പം നമ്മുടെ വിശേഷങ്ങൾ നിർത്തുകയാണ് കേട്ടോ. വിശേഷങ്ങൾ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി ഞാൻ പറഞ്ഞില്ലേ സമയം ഉച്ചയ്ക്ക് ശേഷമാണ് അമ്മൂനെയും കൊണ്ട് ആശുപത്രിയിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആശുപത്രിക്ക് പോട്ടെ. ഈ വിറകുകളൊക്കെ എടുത്ത് ഇവിടെ ഇട്ടിട്ട് നാളെയുള്ളൂ പട്ടത്തണ്ടൊക്കെ കൊണ്ടുവന്നിടുക കേട്ടോ. കാരണം ഇവിടെ വെട്ടുകല്ല് എത്ര ഭാഗത്തേക്ക് വരും നോക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് ബാക്കി കൊണ്ടുവന്നിടാമല്ലോ. ഇപ്പം അവിടെയൊക്കെ മരങ്ങളും കാര്യങ്ങളായിട്ട് അവിടെ വെയിലേ ഇല്ല. ഈ ഒരു ഭാഗത്ത് മാത്രം നല്ല വെയിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ വീട് എപ്പോഴെപ്പോഴും കാണാൻ പറയുന്നുണ്ടല്ലേ, നമ്മുടെ വീട് എന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.